ഹലോ, വെൽക്കം ബാക്ക് ടു ആർട്ട് വീഡിയോസ്. പിൻട്രസ്റ്റ് നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. സംഭവം ഏത് കുപ്പി ആയാലും എനിക്ക് ഓക്കെ ആണ്. ഞാനത് കളർ ചെയ്ത് ഒന്നും കൂടി അടിപൊളിയാക്കും. പക്ഷെ ഇത് ഏത് ബ്രാൻഡിന്റെ ബോട്ടിലാണെന്ന് എനിക്കറിയത്തില്ല. ഒരു ഗ്രേപ്സിന്റെ സൈനൊക്കെ ഇതിനകത്തുണ്ട്. ഈ ബോട്ടിലിന്റെ ബ്രാൻഡ് ഏതാന്ന് അറിയാവുന്നവര് ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. ബോട്ടിൽ ഞാൻ സെക്കൻഡ് കോട്ടാണ് ഈ ബ്ലാക്ക് കളർ അടിക്കുന്നത്. ആദ്യത്തെ കോട്ടിൽ ഞാൻ ഒരു വൈറ്റ് കളർ ടെക്സ്ചറാണ് കൊടുത്തിരുന്നത്. കാര്യം നമ്മൾ അടിക്കുന്ന പെയിന്റ് നല്ലതുപോലെ തിളങ്ങി നിൽക്കണമെങ്കിൽ ഇതുപോലെ വൈറ്റ് കളർ ടെക്സ്ചർ ആദ്യം അടിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ പിന്നീട് ഈ പെയിന്റ്സ് ഇങ്ങനെ ഇളകി വരുന്നത് പോലെ കാണും. പിന്നെ ഞാൻ സെക്കൻഡ് കോട്ട് അടിച്ചതിന് ശേഷം നല്ലപോലെ ഫിനിഷ് ആയിട്ടുണ്ട്. അതുപോലെ നല്ല കളറും കാണാൻ പറ്റും. എസ്പെഷ്യലി ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരു പെയിന്റ്സ് കുറച്ച് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതുപോലെയുള്ള ഒരാളാണ് ഞാൻ. പെയിന്റ് ഒന്ന് ഡ്രൈ ആകുന്ന സമയം കൊണ്ട് ഈ ഡെസ്ക് മേക്ക് ഓവർ ഒന്ന് ചെയ്യണം. കാരണം എന്തെന്ന് വെച്ചാൽ ഈ പെയിന്റ് യൂസ് ചെയ്യുമ്പോഴേക്കും 1-2 ഡ്രോപ്പ് എങ്കിലും ആ വുഡിന്റെ ടേബിളിൽ വീഴാറുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഫോം ഷീറ്റിലോട്ട് പ്ലാസ്റ്റിക് ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഏത് പെയിന്റ് ആയാലും, ഫാബ്രിക് പെയിന്റ് ആയാലും, ഓയിൽ പേസ്റ്റൽ, ഏത് പെയിന്റ് വീണാലും നമുക്കത് തുടച്ചു കളയാൻ വേണ്ടി സാധിക്കും. ഈ സമയം കൊണ്ട് എന്റെ ബോട്ടിലെ പെയിന്റ് എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ ഇനി അതിലോട്ട് ഏതെങ്കിലും ഒരു പിക്ചർ വരച്ചു കൊടുക്കണം. ഞാനൊരു കാർട്ടൂൺ ടൈപ്പ് ഉള്ള ഒരു പിക്ചറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒരു കാർട്ടൂൺ വുമണിനെയാണ് വരയ്ക്കുന്നത്. പിൻട്രസ്റ്റിൽ കണ്ട ഒരു മോഡലാണ് വരയ്ക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കളർ കൊടുത്തത് കൊണ്ട് തന്നെ ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് കളറാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഞാനൊരു സ്ട്രക്ചർ വരച്ചേക്കുന്നതേ ഉള്ളൂ. ബാക്കി ഞാൻ പെയിന്റ് യൂസ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയത് ഈ ബ്രഷ് ആയിരുന്നു. ബ്രഷ് നല്ല സ്മൂത്തി അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വരയ്ക്കുന്നതിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എപ്പോഴും ബോട്ടിൽ ആർട്ടിന് വേണ്ടത് ഫിനിഷിംഗ് ആണ്. എനിക്കില്ലാത്തതും ഫിനിഷിംഗ് തന്നെയാണ്. ഞാൻ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നോക്കുന്നത്. എന്റെ ആ ലേഡിയുടെ കൈയൊന്നും ശരിയായിട്ടില്ല. എന്നാലും ലാസ്റ്റ് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ശരിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് പെയിന്റ് അടിക്കുക എന്നുള്ളതാണ്. ഇതിൽ സ്കിൻ ടോൺ കിട്ടാൻ വേണ്ടിയിട്ട് യെല്ലോയും റെഡും വൈറ്റും കൂടി മിക്സ് ചെയ്തപ്പോഴേക്കും സ്കിൻ ടോൺ ആയിട്ടുണ്ട്. 1-2 കോട്ട് അടിക്കുമ്പോൾ മാത്രമാണ് ഇതിൽ നല്ലതുപോലെ അത് ഫിനിഷ് ആയിട്ട് വരുന്നത്. അതുപോലെ സാരി ഇതിൽ ഞാൻ കൊടുക്കുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ റെഡും പിന്നെ ഒരു ഗ്രീൻ പോലത്തെ ഒരു ലൈറ്റ് അല്ല ഡാർക്കും അല്ലാത്തൊരു ഗ്രീൻ ആണ് ഞാൻ കൊടുക്കുന്നത്. ചെവിയിൽ ഞാനൊരു പൂവും കൂടി വരച്ചു. ഫേസിൽ ഐബ്രോസും ലിപ്പും എല്ലാം വരച്ചു. ഓപ്പൺ ഐസ് ആണോ അതേ ക്ലോസ്ഡ് ഐസ് ആണോ നല്ലതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. രണ്ടും ട്രൈ ചെയ്ത് നോക്കി. എനിക്കിഷ്ടപ്പെട്ടത് ഓപ്പൺ ഐസ് ആയിരുന്നു. പിന്നെ സിന്ദൂരം നെറ്റിയിൽ ഇട്ട് കൊടുത്തു. ഇതിന് ശേഷം ഞാൻ വരച്ചതിന്റെ എല്ലാത്തിന്റെ മുകളിൽ കൂടി 2 കോട്ട് എന്ന പോലെ എല്ലാത്തിലും വരച്ചു. ഈ ബോട്ടിലിൻ്റെതായിട്ടുള്ള തന്നെ ഈ സൈനിൽ ഒരു ഗ്രേപ്പിന്റെ ആണെന്ന് തോന്നുന്നു. അതിൽ ഞാനൊരു ഗോൾഡൻ കളർ കൊടുത്തു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. ആ ഗോൾഡൻ കളർ കൊടുത്തപ്പോഴേക്കും അതിന് കുറച്ചുകൂടി ഭംഗി കൂടിയതായിട്ട് തോന്നി. ഒരു കാർട്ടൂൺ ലേഡിയുടെ ഫേസ് തന്നെയാണ് ഉദ്ദേശിച്ച് വരച്ചത്. ഏകദേശമൊക്കെ എവിടെയൊക്കെ കാർട്ടൂൺ പോലെ ഉണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.